നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും സണ്ണി ജോസഫും ദില്ലിയിലേക്ക്. കെ.സി. മുഖ്യമന്ത്രിയാക്കുക അത്ര എളുപ്പമല്ല എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. എം.എൽ.എമാരിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കെ.സിക്ക് കഴിഞ്ഞു. എന്നാൽ ജനവികാരം തികച്ചും എതിരാണ്. വി.ഡി. സതീശൻ ക്യാമ്പ് ഉയർത്തിയ ആരവം ഹൈക്കമാൻഡ് ശ്രദ്ധിച്ചു. വലിയ തോതിൽ സമൂഹമാധ്യമ ക്യാമ്പയിനുകൾ സതീശൻ ക്യാമ്പ് നടത്തുന്നു എന്ന ആക്ഷേപം ഹൈക്കമാൻഡിനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ യു.ഡി.എഫിൻ്റെ പ്രചരണാർത്ഥം തുടങ്ങിയ നിരവധി സമൂഹമാധ്യമ പേജുകൾ, ആ പേജുകൾ ഉപയോഗിച്ച് ഇപ്പോൾ വി.ഡി. സതീശന് വേണ്ടി വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നു. പോരാളി വാസു തുടങ്ങിയ പേജുകളിൽ കെ.സിക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. കെട്ടിയിറക്കിയവനെ കെട്ടുകെട്ടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ എന്ന് തുടങ്ങി നിരവധി പോസ്റ്റുകൾ. പോരാളി വാസുവിൻ്റെ പേജിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുന്നു. പലതും കടന്ന ആക്രമണങ്ങളാണ്. കെ.സി. വേണുഗോപാലിനെ മാത്രമല്ല AICC നിരീക്ഷകരെ അടക്കം അവർ ചോദ്യം ചെയ്യുന്നു. എന്നാൽ ദില്ലിയിൽ ചില ഫോർമുലകൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു. രമേശ് ചെന്നിത്തല വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ മുഖ്യമന്ത്രിയാവട്ടെ എന്നാണ് സീനിയർ നേതാക്കൾ നിർദ്ദേശിക്കുന്നത്. A.K. ആൻ്റണി ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ച ഒരു നിർദ്ദേശത്തിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. 2.5 വർഷം അഥവാ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി. ഈ കാലയളവിൽ വി.ഡി. സതീശൻ ഉപമുഖ്യമന്ത്രിയാവും. ഒപ്പം ആഭ്യന്തര വകുപ്പും വി.ഡി. സതീശന്. ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ ചില നീക്കുപോക്കുകൾ വേണ്ടി വന്നേക്കും എന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്നത്. വി.ഡി. സതീശൻ ഈ ഫോർമുലയോട് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു എന്നാണ് ദില്ലിയിൽ നിന്നുള്ള വാർത്തകൾ. എന്നാൽ മറുവശത്ത് കെ.സി. ക്യാമ്പ് ഇപ്പോഴും അരയും തലയും മുറുക്കി യുദ്ധത്തിലാണ്. കെ.സി. വേണുഗോപാലിനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാം എന്നാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച ചില ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞു. സോണിയാഗാന്ധിയുടെ മനസ്സിലിരിക്കുന്നതും ഇത്തരമൊരു ഫോർമുലയാണ്. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവട്ടെ. തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും സതീശൻ നയിക്കട്ടെ. കോൺഗ്രസ് പാർട്ടിയിലെ സീനിയർ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യത നൽകണം എന്ന് ഉന്നത കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരുന്നു എ ഗ്രൂപ്പ്. എന്നാൽ ഏറ്റവും നിർണായക മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ എ ഗ്രൂപ്പ് രമേശ് ചെന്നിത്തലയെ ചതിച്ചു. 2021 അന്ന് പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശനെ വയ്ക്കുമ്പോൾ കെ.സി. ഗ്രൂപ്പ് ശക്തമായിരുന്നു. കെ.സിക്കെതിരെ രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും ഒരുമിച്ച് നിന്നു. പഴയ ഐ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് രമേശ് ചെന്നിത്തലയും എ ഗ്രൂപ്പിൻ്റെ ഭാഗമായി ബെന്നി ബെഹനാനും. അന്ന് എ ഗ്രൂപ്പിൽ നിന്ന് തിരുവഞ്ചൂർ അടക്കമുള്ള നേതാക്കൾ കെ.സി. ക്യാമ്പിലേക്ക് മാറിയിരുന്നു. ഷാഫി പറമ്പിലും രാഹുൽ ബാങ്കൂട്ടവും അടക്കം പിന്നീട് കെ.സി. ക്യാമ്പിലെത്തി. കെ.സി. ക്യാമ്പ് ശക്തിപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയും പിന്നീട് ഒരുമിച്ച് നീങ്ങാൻ തീരുമാനമെടുത്തു. എന്നാൽ ഏറ്റവും നിർണായക വേളയിൽ രമേശ് ചെന്നിത്തലയെ പച്ചയ്ക്ക് ചതിച്ചിരിക്കുകയാണ് എ ഗ്രൂപ്പ്. എ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിൽ ഏകദേശം 20ഓളം MLA-മാരുണ്ട്. ഇവരിൽ 15ഓളം MLA-മാർ കെ.സി. ക്യാമ്പിനെ പിന്തുണച്ചു. അതാണ് രമേശ് ചെന്നിത്തലയെ അത്രയേറെ ദുർഘടാവസ്ഥയിലെത്തിച്ചത്. ബെന്നി ബെഹനാന് KPCC അധ്യക്ഷനാവാനുള്ള ഒരു സാധ്യത തേടിയാണ് കെ.സി. ക്യാമ്പുമായി ചില നീക്കുപോക്കുകൾ നടത്തിയത്. കെ.സിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമ്പോൾ സണ്ണി ജോസഫ് സ്വാഭാവികമായി മന്ത്രിസഭയിലേക്ക് വരും. അപ്പോൾ ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ കസേരയിൽ ബെന്നി ബെഹനാനെ ഇരുത്തുകയാണ് കെ.സിയുടെ ലക്ഷ്യം. ഇവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ ചില നീക്കങ്ങൾ. കെ.സിയും ബെന്നി ബെഹനാനുമൊക്കെ ഒരുമിക്കട്ടെ. എന്നാൽ മറുവശത്ത് പാർട്ടിയിലേറെ സീനിയോറിറ്റിയുള്ള തന്നെ തഴഞ്ഞാൽ ചില നിർണായക തീരുമാനങ്ങൾ താൻ കൈക്കൊള്ളുമെന്ന് ഹൈക്കമാൻഡിനെയും രമേശ് ചെന്നിത്തല അറിയിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ല എങ്കിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ഭീതിയും ഹൈക്കമാൻഡിനുണ്ട്. ഒരുമിച്ച് നിന്നില്ല എങ്കിൽ കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് വി.ഡി. സതീശനും തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് തൽക്കാലത്തേക്ക് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഫോർമുലയ്ക്ക് വി.ഡി. സതീശൻ ചെറിയ പിന്തുണ നൽകാൻ തീരുമാനിച്ചതും. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ കോൺഗ്രസ് MLA-മാരിൽ ഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നു. എന്നാൽ കെ.സി. അനുകൂലിക്കുമ്പോഴും സംസ്ഥാനത്തുണ്ടായ വലിയ വികാരം കാണാതെ പോകരുത് എന്ന് ഹൈക്കമാൻഡിനോട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമ ക്യാമ്പയിനുകളിൽ മുന്നിൽ നിൽക്കുന്നത് വി.ഡി. സതീശനാണ്. താൻ സമൂഹമാധ്യമങ്ങളിൽ യാതൊരുവിധ പ്രചരണത്തിനും ശ്രമിച്ചില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. ഇക്കുറി നിയമസഭയിൽ മത്സരിച്ച പുതുമുഖങ്ങളൊക്കെ കെ.സി. വേണുഗോപാലിൻ്റെ ശിഷ്യരാണ്.
അഥവാ KC വേണുഗോപാൽ കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവരുടെ പിന്തുണ KCക്ക് കിട്ടും. സണ്ണി ജോസഫിന് പുറമെ സന്ദീപ് വാര്യർ, T സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെ KC വേണുഗോപാലിന്റെ പേരാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ UDFന് കഴിഞ്ഞു. എന്നാൽ തെരുവിലെ അലക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് തലവേദന. മുഖ്യമന്ത്രി ചർച്ച അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ ഏറ്റവും നാടകീയമായ ചില നീക്കങ്ങൾ. ഏറ്റവും കൂടുതൽ MLAമാരുടെ പിന്തുണയുറപ്പിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ നീക്കിയത്. VD സതീശനായി ജനമനസ്സുകളിൽ വലിയ തരംഗമുണ്ടായി എന്ന് സതീശൻ ക്യാമ്പ് പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിലും തെരുവുകളിൽ നടക്കുന്ന പ്രകടനങ്ങളിലുമൊക്കെ നമുക്കത് കാണാൻ കഴിയുമെന്നാണ് സതീശൻ ക്യാമ്പിൻ്റെ വിശദീകരണം. എന്നാൽ പാർട്ടിക്കുള്ളിൽ ചില സമവായങ്ങൾ ഉയർന്നു വന്നേ തീരൂ. മുഖ്യമന്ത്രി പദവിയിലേക്ക് സതീശനെത്തിയാൽ ഒട്ടനവധി പൊട്ടിത്തെറികളുണ്ടാകും എന്ന് ഹൈക്കമാൻഡ് ഭയക്കുന്നു. VD സതീശന് വേണ്ടി സംസ്ഥാനമൊട്ടാകെ പ്രവർത്തകർ തെരുവിലിറങ്ങുകയും ശക്തമായ ജനവികാരം ആഞ്ഞടിക്കുകയും ചെയ്തു എന്ന് സതീശൻ ക്യാമ്പ് പറയുന്നു. എന്നാൽ ഇതൊക്കെ ചില സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളുടെ ഫലമാണ് എന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ KC പക്ഷത്തിന് കഴിഞ്ഞു. ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് നൽകിയ റിപ്പോർട്ടിൽ ഭൂരിഭാഗം MLAമാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിൻ്റെ കൈവശമിരുന്ന രഹസ്യരേഖ പുറത്തുവന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ തന്നെ ഞെട്ടിച്ചു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങളിൽ ആരുടെയും പക്ഷം ചേരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരും KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്നത് വ്യക്തമാണ്. രമേശ് ചെന്നിത്തലയുടെ അതിവിശ്വസ്തനായിരുന്നു IC ബാലകൃഷ്ണൻ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷ വിജയൻ, T സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം KCക്കൊപ്പം അണിനിരന്നു. വളരെ ബുദ്ധിപൂർവമാണ് KC വേണുഗോപാൽ കരുക്കൾ നീക്കിയത്. KC ഇരിക്കൂറിൽ നിന്ന് നീങ്ങിയപ്പോൾ അന്ന് സജീവ് ജോസഫിന് ഇരിക്കൂർ സീറ്റ് നൽകാൻ KC കരുക്കൾ നീക്കി. അന്ന് ഇരിക്കൂർ സീറ്റിന് ക്ലെയിമുണ്ടായിരുന്ന സോണി സെബാസ്റ്റ്യൻ്റെ പേര് വെട്ടിയാണ് അന്ന് സജീവ് ജോസഫിനെ അവിടെ മത്സരിപ്പിച്ചത്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉറപ്പിച്ചു നിന്ന ജോസഫ് വാഴക്കിനെ വെട്ടി അവിടെ മാത്യു കുഴൽനാടനെ അവതരിപ്പിക്കുന്നു. 2021 ഇത്തരം പല നീക്കങ്ങളും KC വേണുഗോപാൽ നടത്തി. സമാനമായ നീക്കങ്ങൾ 2026 നടത്തിയാണ് ഒടുവിൽ ഭൂരിപക്ഷം MLAമാരെയും തൻ്റെ പാട്ടിലാക്കിയത്. VD സതീശന് വേണ്ടി സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ നടക്കുന്ന ക്യാമ്പയിൻ സതീശൻ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് എന്ന് തോന്നൽ ഇപ്പോൾ ഹൈക്കമാൻഡിനുണ്ട്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തിന് നിരീക്ഷകർ റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്തു. സതീശന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചത് മീഡിയ 1 ടെലിവിഷൻ ചാനലാണ്. മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളുമൊക്കെ സതീശന് വേണ്ടി ശക്തിയുക്തം വാദിച്ചു. ഇതും സതീശനൊടുവിൽ വിനയാകുന്നു. സതീശന് പിന്തുണ നൽകി മുസ്ലിം ലീഗ് നടത്തിയ ചില പ്രസ്താവനകൾ, അതിനെതിരെ മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയത് ലീഗിനെ കൂടുതൽ ചൊടിപ്പിച്ചു. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിലും തെരുവിലുമൊക്കെ രംഗത്തിറങ്ങുന്നത് എന്ന് VD സതീശൻ പക്ഷം പറയുന്നു. ഇത്തരമൊരു പരസ്യമായ ക്യാമ്പയിൻ സതീശന് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തു എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ദില്ലി ചിത്രങ്ങൾ. തെരുവിലെ മുറവിളികളിൽ ഏറെയും KC വേണുഗോപാലിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു. ഇതുതന്നെയാണ് VD സതീശന് വലിയ നെഗറ്റീവായി മാറിയതും. കേരളത്തിൽ ബോധപൂർവം ആര് തരംഗം തീർക്കാൻ ശ്രമിച്ചാലും അതൊന്നും പാർട്ടി തീരുമാനത്തെ അട്ടിമറിക്കാൻ കാരണമാവില്ല എന്ന കർശന നിലപാടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. നേരത്തെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയും VD സതീശന് ധനകാര്യ വകുപ്പിൻ്റെ ചുമതല നൽകുകയും രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകുക എന്ന ഫോർമുലയായിരുന്നു ആദ്യം പൊതുചർച്ചയ്ക്ക് വന്നത്. VD സതീശന് ഉപമുഖ്യമന്ത്രി പദവി നൽകി KC വേണുഗോപാലിനൊപ്പം നിർത്തുകയായിരുന്നു ആദ്യം ഹൈക്കമാൻഡിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇത് കേരളത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നവർ തിരിച്ചറിഞ്ഞു. KCക്കൊപ്പം ഉപമുഖ്യമന്ത്രിയായിരിക്കാൻ VDക്ക് അത്ര താല്പര്യവുമില്ല. അതാണ് ഒടുവിൽ ഒരു സമവായ ഫോർമുല എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരാനുള്ള കാരണം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാണ്. KC വേണുഗോപാലിനെ കുഴയ്ക്കുന്ന മറ്റൊരു കാര്യം ഇരിക്കൂർ MLA സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് അവിടെ മത്സരിപ്പിക്കുമ്പോൾ രമേശും
വി.ഡി. സതീശനുമൊക്കെ എതിർപ്പാണ് മനസ്സിൽ പേറുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലനം മണ്ഡലത്തിലും ദൃശ്യമാകും. ഒരുപക്ഷെ ഇരിക്കൂറിൽ പോലും തോറ്റാൽ കെ.സി. വേണുഗോപാലിൻ്റെ അവസ്ഥ ഏറ്റവും പരിതാപകരമാകും. അധ്വാനിക്കുന്നവർക്ക് കൂലി കിട്ടണമെന്നതാണ് തൻ്റെ അഭിപ്രായമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും നിയുക്ത വട്ടിയൂർക്കാവ് എം.എൽ.എയുമായ കെ. മുരളീധരൻ പറയുന്നു. ഫ്ലെക്സുകളല്ല നേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്, അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. നേരത്തെ കരുണാകരൻ്റെ കാലത്തോ ആന്റണിയുടെ കാലത്തോ ഉമ്മൻചാണ്ടിയുടെ കാലത്തോ ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല എന്നാണ് കെ. മുരളീധരൻ ഓർമ്മപ്പെടുത്തുന്നത്. തലമുറ മാറ്റം ഉണ്ടാകുമ്പോൾ വരുന്ന ചില ആശയക്കുഴപ്പം മാത്രമാണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾക്ക് കാരണം. അത് പെട്ടെന്ന് പരിഹരിക്കുമെന്ന് കെ. മുരളീധരൻ. വി.ഡി. സതീശൻ അനുകൂലിക്കുന്ന പോരാളി വാസു എന്ന പേജിൽ കേന്ദ്ര നിരീക്ഷകരെ വിമർശിച്ചുകൊണ്ടൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പിങ്ങനെ: കോൺഫിഡൻഷ്യലായ ഒരു രേഖ പോലും സൂക്ഷിക്കാൻ അറിയാത്തവരാണോ AICC നിരീക്ഷണത്തിന് വേണ്ടി കേരളത്തിലെത്തിയത്? മുകുൾ വാസനി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും ഇന്ത്യയിലെ AICC നേതൃത്വത്തെയും അപമാനിക്കുകയാണ് ചെയ്തത്. ഇത് സ്വാഭാവികമായാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങളൊരു മണ്ടനാണ് എന്ന് മാത്രമേ പറയാനാകൂ. എതിരഭിപ്രായം രേഖപ്പെടുത്തിയ നീലകണ്ഠൻ MLA വോട്ട് രേഖപ്പെടുത്താതെ കെ.സിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരുടെ മാത്രം ചിത്രം പുറത്തുവിട്ടത് ഒരു പ്രത്യേക താൽപ്പര്യത്തിൻ്റെ ഭാഗമാണ്. കെ.സി പക്ഷം ആദ്യം മുതലേ പറയുന്നതാണ് 45 MLA പിന്തുണ കെ.സിക്കൊപ്പമുണ്ടെന്ന്. എന്നാൽ അത് തികച്ചും അവാസ്തവം തന്നെ. 35 MLA പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പിന്തുണച്ചു എന്നാണ് അറിയുന്ന വിവരം. എന്നാൽ കെ.സി പക്ഷം മുന്നോട്ട് വെച്ച മീഡിയ നറേഷനെ സ്വാധീകരിക്കാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയാണ് മുകുൾ വാസനിക് നടപ്പിലാക്കിയത്. KPCCയുടെ 2ാം നിലയിലിരുന്ന് MLA അഭിപ്രായം കേട്ട മുകുൾ വാസനിക് അഭിപ്രായം രേഖപ്പെടുത്തിയ രേഖ ഒരു ഫയലിൽ പോലും ഇടാതെ, കയ്യിലൊന്നും മടക്കി പിടിക്കാൻ പോലും തയ്യാറാവാതെ കയ്യിൽ കുത്തി നിർത്തി മാധ്യമങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അവസരം നൽകിയത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയുടെ ഭാഗമാണ്. നിഷ്പക്ഷമായി MLA അഭിപ്രായം കേൾക്കുന്ന സ്ഥലത്ത് പക്ഷം പിടിച്ചുകൊണ്ട് കേരളത്തിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന നേതാവിനെയും ഇരുത്തിയത് MLA സമ്മർദ്ദത്തിൽ ആക്കുന്നതിനു കൂടി വേണ്ടിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. തിരക്കഥ എഴുതുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഇതൊരു ഗുരുതരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി. ഭാഗ്യത്തിന് ഈ രേഖ പുറത്തു വന്നു എന്നേ ഉള്ളൂ. ഓരോ MLA വൺ ടു വൺ കണ്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ വളരെ കോൺഫിഡൻഷ്യലായ ഒരു രേഖ പോലും സൂക്ഷിക്കാൻ അറിയാത്തവരെയാണോ AICC നിരീക്ഷണത്തിന് വേണ്ടി കേരളത്തിലേക്ക് അയച്ചത്? മുകുൾ വാസനിക് സമുന്നതനായ കോൺഗ്രസ് നേതാവാണ്. ഒരു MLAയും കണ്ട് അവരുടെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് നീലകണ്ഠൻ MLA വോട്ട് രേഖപ്പെടുത്താതെ പോയത്? കെ.സിക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരുടെ മാത്രം വോട്ട് രേഖപ്പെടുത്തുകയും അല്ലാത്തവരുടെ പേരിൻ്റെ എതിർഭാഗത്തുള്ള കോളത്തിൽ ഒന്നും എഴുതാതെ പിന്നീട് എന്തെങ്കിലും എഴുതി ചേർക്കാം എന്നുമുള്ള നിർദ്ദേശം വല്ലതുമുണ്ടായിരുന്നോ? അങ്ങനെയുള്ള നിർദ്ദേശം നടപ്പിൽ വരുന്നത് ഒഴിവാക്കാൻ ബുദ്ധിപൂർവ്വം മുകുൾ വാസനിക്ക് ഈ രേഖ പുറത്തുവിട്ടതാണോ? എന്തുകൊണ്ടാണ് പ്രിഫറൻസ് 1, പ്രിഫറൻസ് 2 എന്നിവയുണ്ടായിട്ടും IC ബാലകൃഷ്ണൻ്റെ പ്രിഫറൻസ് 1-ൽ KC+RC എന്ന് വന്നത്? പ്രിഫറൻസ് 2-ലല്ലേ RC വരേണ്ടത്? കെ.സിയെ പിന്തുണയ്ക്കുന്ന 45 MLA ഉണ്ടെന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയാണ്. എന്നാൽ അത് വസ്തുതയല്ല. 30-ൽ അധികം MLA പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പിന്തുണച്ചു എന്നൊരു വാർത്തയും വരുന്നുണ്ട്. KPCCയുടെ 2ാം നിലയിലിരുന്ന് MLA അഭിപ്രായം കേട്ട മുകുൾ വാസനിക് അഭിപ്രായം രേഖപ്പെടുത്തിയ രേഖ ഒരു ഫയലിൽ പോലും ഇടാതെ കയ്യിൽ ഒന്ന് മടക്കി വെച്ച് പിടിക്കാൻ പോലും തയ്യാറാവാതെ മാധ്യമങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അവസരം നൽകിയ ദുരൂഹം. ഈ രേഖ ഒറിജിനലാണെന്ന് തുടർന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, സന്ദീപ് വാര്യർ എന്നിവർ നൽകിയ ന്യൂസ് ബൈറ്റ് കണ്ടാൽ മനസ്സിലാകും. ഈ രേഖകൾ വ്യാജമാണെങ്കിൽ മാധ്യമങ്ങൾക്കെതിരെ പാർട്ടി പരാതി നൽകണം. അതല്ല, രേഖ ഒറിജിനലാണെങ്കിൽ MLA അഭിപ്രായം രേഖപ്പെടുത്തുന്ന പ്രോസസ്സ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അതിനാൽ തന്നെ പബ്ലിക് ഒപ്പീനിയനെ പ്രതിനിധീകരിക്കേണ്ട MLA അഭിപ്രായങ്ങൾ പൂർണ്ണമായും പരസ്യപ്പെടുത്തുക എന്നതാണ് പാർട്ടി സ്വീകരിക്കേണ്ട നടപടി. അല്ലെങ്കിൽ ജനപ്രതിനിധികൾ നൽകിയ വോട്ട് എന്താണെന്ന് അവർക്ക് പോലും ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഇതേ പോരാളി വാസു മീഡിയ 1 ടെലിവിഷൻ ചാനലിൻ്റെ ഒരു അഭിപ്രായ സർവേ ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. ആരാകും മുഖ്യമന്ത്രി എന്നതിൽ വി.ഡി. സതീശന് അനുകൂലമായി 89% ആളുകൾ, കെ.സി. വേണുഗോപാലിന് അനുകൂലമായി 6% വോട്ടുകൾ, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി 4% വോട്ടുകൾ. എല്ലാം ഒരു നാടകത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.